മുളന്തുരുത്തി സുന്നതദോസ് വിളിച്ചു കൂട്ടുമ്പോഴും അതിനുമുമ്പ് മലങ്കരയിൽ ആഗതനാകുമ്പോഴും പരിശുദ്ധ പാത്രിയർക്കീസ് ബാവയുടെ മനസ്സിൽ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, മലങ്കര സഭയിൽ അന്ത്യോക്യൻ സുറിയാനി സഭയുടെ അഥവാ നമ്മൾ പറയുന്ന നോൺ കാൽസിഡോണിയൻ ചർച്ചിന്റെ, അതായത് ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളുടെ വിശ്വാസത്തെ പറയാം. അന്ന് ഓറിയന്റൽ ഓർത്തഡോക്സും ഒന്നുമില്ല. അച്ഛൻ ചുമ്മാ നിന്ന് പെയിന്റ് അടിക്കുക. എന്ത് ഓറിയന്റൽ? ആദ്യം പറഞ്ഞത് മതി, കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട. പരിശുദ്ധ സഭയുടെ വിശ്വാസം മലങ്കര സഭയെ ഉറപ്പിക്കണം. പാത്രിയർക്കീസ് അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, മലങ്കര സഭയുടെ പുരാതന ചരിത്രം നോക്കുമ്പോൾ പോർട്ടുഗീസുകാർ വരുന്നതിന് മുമ്പേ പേർഷ്യയിലെ കൽദായ സഭയുമായിട്ട് മലങ്കര സഭയ്ക്ക് ബന്ധമുണ്ടായിരുന്നു. എന്റെ പൊന്നച്ച ചുമ്മാ മണ്ടത്തരം പറയാതെ. പോർച്ചുഗീസുകാർ വരുന്നതിന് മുമ്പ് കൽദായ സഭ ഇല്ലച്ച. അച്ഛൻ ആദ്യം ചരിത്രം പഠിക്കുക. കൽദായ സഭ എന്നോ ഉണ്ടായത്? എന്ത് കഷ്ടമാന്ന് ഓർത്തേ. ഇനി അച്ഛൻ തള്ളു, ഞാൻ കേൾക്കാം. നെസ്തോറിയൻസ് ആണ്, അവരുടെ വേദവിപരീതമാണ് എന്നുള്ളൊരു വളരെ വ്യക്തമായ ചിന്ത പാത്രിയർക്കീസുമാരുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നെസ്തോറിയർ വന്ന് അവരുടെ വിശ്വാസത്തിൽ മലങ്കര സഭയാക്കി തീർത്തു. അതിൽ നിന്ന് മലങ്കര സഭയെ രക്ഷിക്കണം. അത് കഴിയുമ്പോഴാണ് പോർട്ടുഗീസുകാർ വരുന്നത്. പോർട്ടുഗീസുകാർ വന്ന് റോമൻ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് മലങ്കര സഭയെ കൊണ്ടുപോകുന്നു. അവരുടെ ഒരു സത്യം ഉണ്ടായി, അതിൽ നിന്ന് മാറുന്നു. അപ്പോൾ അന്ത്യോക്യൻ സഭയിലെ പിതാക്കന്മാർ ഇവിടെ വരുന്നു. എങ്കിലും പൂർണ്ണമായിട്ട് അന്ത്യോക്യൻ സുറിയാനി സഭയുടെ വിശ്വാസം ഇവിടെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ഇവിടെ സ്ഥാപിക്കാൻ സാധിച്ചില്ല. 18, 17, 18, 19 നൂറ്റാണ്ടുകളിലേക്ക് അതിനുള്ള തീവ്രമായ ശ്രമം നടക്കുന്നുണ്ട്. എങ്കിലും അത് പൂർണ്ണമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിച്ചില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് 1800 അടുത്ത് CMS മിഷണറിമാർ വരുന്നത്. അവർ നവീകരണ വിശ്വാസത്തിലേക്ക് മലങ്കര സഭയെ കൊണ്ടുപോകും. അപ്പോൾ ഇങ്ങനെ 1850 അന്നിവിടെ ഉണ്ടായ 1752 സക്കരള ബാവ ഒക്കെ വരുന്ന സമയത്തുണ്ടായിരുന്ന ഗീവർഗീസ് രണ്ടാമൻ പാത്രിയർക്കീസ് ബാവ മലങ്കര സഭയിൽ ആവശ്യപ്പെടുന്നുണ്ട്, നെസ്തോറിയരും ലത്തീൻകാരും ഒക്കെ നിങ്ങളുടെ ഇടയിൽ വിതച്ചതായ വേദവിപരീതത്തെ വേരോടെ പിഴുതു കളയണം. ഇവിടെ അച്ഛൻ നിൽക്കുക. അച്ഛൻ പറഞ്ഞ വാദം ഞാൻ അംഗീകരിച്ചാൽ തന്നെ മലങ്കര സഭയിലെ ഒരു വിഭാഗം നവീകരണക്കാർ കൊണ്ടുപോയി മാർത്തോമാ സഭ, വേറൊരു വിഭാഗത്തെ ലത്തീൻകാർ കൊണ്ടുപോയി ലത്തീൻ സഭ, വേറൊരു വിഭാഗത്തെ കൽദായക്കാർ കൊണ്ടുപോയി സീറോ മലബാർ സഭ, അല്ലെങ്കിൽ ഇങ്ങനെ പലതായിട്ട് പോയി എന്ന് പറയുന്നു. അപ്പൊ അതിലൊരു വിഭാഗത്തെ മാത്രം അന്ത്യോക്യൻ സുറിയാനി സഭയ്ക്ക് വന്ന് അവരുടെ സത്യവിശ്വാസത്തിൽ ഉറപ്പിക്കാൻ പറ്റി എന്നും അച്ഛൻ പറയുന്നു. ഞാനിതിനോട് യോജിക്കുന്ന ആളല്ല. ഈ അച്ഛൻ പറഞ്ഞ വാദം മുഖവിലക്കെടുത്താൽ അന്ത്യോക്യൻ സഭ സത്യവിശ്വാസത്തെ വിതച്ച് ആ സത്യവിശ്വാസത്തിൽ വളർത്തി പരിപാലിക്കുന്ന ആ സഭ അന്ത്യോക്യയുടെ സഭയല്ലേ? അതങ്ങനെ വേറെ സഭയാവും, ഇവിടുത്തെ വേറൊരു സഭയാവും. അപ്പൊ ഇവിടുത്തെ തനത് സഭയാണെങ്കിൽ നിങ്ങൾ ആ തനത് സഭ ഉണ്ടാക്കണ്ടേ? അത് പോയെന്നല്ല അച്ഛൻ ഈ പറയാതെ പറയുന്നേ. സ്വന്തം കാലെ വെടിവെക്കുക. നിങ്ങൾക്ക് പിടികിട്ടോ? പറഞ്ഞു വന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ നോക്ക്. അച്ഛൻ പറയാണ് നെസ്തോറിയന്മാരുണ്ടായിരുന്നു, പിന്നെ പറങ്കികൾ വന്നു, പോർച്ചുഗീസുകാർ അതുവഴി കൊണ്ടുപോയി, പിന്നെ വന്നിച്ച് നവീകരണക്കാർ കൊണ്ടുപോയി, എല്ലാം കൊണ്ടുപോയി. അപ്പോൾ ഒരു അന്ത്യോക്യൻ വിശ്വാസം അങ്ങനെ ഇല്ലായിരുന്നു. പിന്നെ അന്ത്യോക്യൻ വിശ്വാസത്തെ അവർ വന്ന് ഉറപ്പിച്ചു, അന്ത്യോക്യൻ സഭ ഉണ്ടാക്കി. അങ്ങനെയാകുമ്പോൾ നിങ്ങളുടെ എല്ലാ വാദങ്ങളും പൊളിഞ്ഞു. സോൾലി ദിസ് ചർച്ച് ബിലോങ്സ് ടു ദ ത്രോൺ ഓഫ് ആന്റിയോക്ക്. മനസ്സിലായി? ഇതാണ് ഈ നുണ പറയുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പം. നുണ പറഞ്ഞുണ്ടാകുമ്പോൾ എവിടെയെങ്കിലും ഒരു സത്യത്തിന്റെ അംശം കിടക്കും. നവീകരണക്കാരും വേദവിപരീതം കൊണ്ട് വിവരിച്ചിരിക്കുന്നു. ഇത് പരിപൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്തിട്ട് മലങ്കര സഭയെ സത്യവിശ്വാസത്തിൽ ഉറപ്പിക്കണം, നിലനിർത്തണം. ഇത് പരിശുദ്ധ പാത്രിയർക്കീസ് ബാവയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു. അതേപോലെ തന്നെ പാത്രിയർക്കീസ് ബാവയ്ക്ക് ആളുകൾ ഇങ്ങനെ വ്യതിരിച്ചു പോവുക. മറ്റു സത്യാനാശം അവിടെ ചെന്ന് പട്ടം വെക്കുന്നു, അത് വേദവിപരീതത്തിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാവുന്നു, നവീകരണ ഉപദേശത്തിലേക്ക് പോകുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന ഉടനെ ഒരു മെത്രാച്ച മാത്രമേ ഇവിടെയുള്ളൂ. പാത്രിയർക്കീസിന് ഈ ശക്തിയെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. മെത്രാപ്പൊലീത്തായുടെ ഏകനായക ശക്തി മലങ്കര സഭയ്ക്ക് ദോഷം ചെയ്യുന്നുവെന്ന് മുളന്തുരുത്തി സുന്നതദോസിൽ പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഏകനായക ശക്തിയിൽ നിന്ന് മലങ്കര സഭയെ രക്ഷിച്ചിട്ട് മലങ്കര സഭയെ പൂർണ്ണമായിട്ടും തന്റെ ചൊൽപ്പടിയിലേക്ക് കൊണ്ടുവരിക. പാത്രിയർക്കീസ് പറയാതെ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാൻ വയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് മലങ്കര സഭയെ ആക്കി തീർക്കുക. വിശ്വാസ വൃത്തികേട് പറയരുത് അച്ഛാ, വൃത്തികേട് പറയരുത്. ഇതാണോ അവിടെ മനസ്സിലാക്കേണ്ടത്? ഏകനായക ശക്തി മലങ്കര സഭയ്ക്ക് ദോഷം ചെയ്യും എന്ന് പറഞ്ഞാൽ ഒറ്റ മെത്രാന്റെ ഏകാധീശത്വം എന്ന് പറഞ്ഞാൽ അയക്കൊരു തെറ്റ് വന്നാൽ, അയക്കൊരു തോന്നൽ വന്നാൽ, ഇപ്പോൾ ഒരു മെത്രാപ്പൊലിത്തേ ഉള്ളൂ മലങ്കരയിൽ. അപ്പൊ അയക്ക് തോന്നുക നെസ്തോറിനയക്കാം, സഭ പോയി, സഭ നെസ്തോറിനായി. അയക്ക് തോന്നുക അവർ കൽദായനയക്കാം, അത് കൽദായനായി. അല്ലെങ്കിൽ അയക്ക് തോന്നുക കത്തോലിക്ക സഭയോട് ചേർന്നേക്കാം. അല്ലെ അയക്ക് തോന്നുക മാനിക്കായ മതം നല്ല അങ്ങോട്ട് മാനിക്കാനയക്കാം. സഭ പോയില്ലേ? അപ്പൊ ഒരു മെത്രാന്റെ ഏകാധിപത്യം സഭയെ നശിപ്പിക്കുവാനും അപകടപ്പെടുത്തുവാനും സഭയുടെ സത്വത്തെ തന്നെ ഇല്ലാതെയാക്കുവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏകനായകാധീശത്തിനെതിരായി പത്രോസ് പാത്രിയർക്കീസ് പ്രസംഗിക്കുകയും കൂടുതൽ മെത്രാന്മാരെ വാഴിക്കുകയും 6 മെത്രാച്ചന്മാരെ കൂടെ പത്രോസ് പാത്രിയർക്കീസ് വാഴിച്ചു. 7 മെത്രാന്മാരുടെ ഒരു സമിതി രൂപീകരിച്ചപ്പോൾ ഏക നേതൃത്വം എന്നതിൽ നിന്ന് കൂട്ടു നേതൃത്വമാക്കി, അല്ല പത്രോസ് പാത്രിയർക്കീസിന്റെ കീഴിലാക്കിയെന്നല്ല. കണ്ടോ അച്ഛൻ പറയുന്നതിന്റെ നിങ്ങൾ മനസ്സിലാക്കണം. ഈ സത്യസന്ധനായ അച്ഛൻ മനസ്സിലായോ? എത്ര ഭംഗിയായിട്ടാണ് മധുരം പുരട്ടി വിഷം കൊടുക്കുന്നത് നോക്കി. അപ്പൊ അദ്ദേഹം പറയുന്നത് സത്യമാണ്, പക്ഷെ അത് സത്യം പറയേണ്ട രീതിയിലല്ല പറയുന്നത്.
പത്രോസ് പാത്രിക്കീസ് ഏകനായകത്വം ശരിയല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളല്ല എന്റെ കീഴിൽ വന്ന് നിന്നു. അങ്ങനെയല്ല. ഏകനായകത്വം ശരിയല്ലെന്ന് പറഞ്ഞ പത്രോസ് പാത്രിക്കീസോ അതിനുള്ള റെമഡിയും ഇവിടെ അപ്ലൈ ചെയ്തു. കൂടുതൽ മെത്രാന്മാരെ വാഴിച്ചു. ചരിത്ര സത്യമാണ്, ചരിത്ര സത്യം. അപ്പൊ ആ കൂട്ടുനേതൃത്വത്തിലേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ തിരിച്ച് ഇന്ന് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം എന്താ ചെയ്തത്? 934 ഭരണഘടനയിൽ പത്രോസ് പാത്രിക്കീസോവ എന്തു വിഭാവന ചെയ്തോ അതിനെ റിവേഴ്സ് ചെയ്യുകയാണ്. 934 ഭരണഘടന എന്ന് പറഞ്ഞൊരു ലൈവ് നമ്മുടെ ഈ ചാനലിൽ ഉണ്ട്. നിങ്ങളത് കാണണം, കാണാത്തവരുണ്ടെങ്കിൽ. അതിനകത്ത് വിശദമായിട്ടില്ല, മെയിൻ 4 പോയിന്റ് ഞാൻ എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. 934 ഭരണഘടന അനുസരിച്ച് മലങ്കരയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് എന്ന് പറയുന്ന കഞ്ഞിക്കുഴി സഭയിൽ ഒറ്റ വ്യക്തിയുടെ ഭരണമാണ് നടക്കുന്നത്. കഞ്ഞിക്കുഴി സഭയുടെ 1934 ഭരണഘടന അനുസരിച്ച് കാതോലിക്ക മലങ്കര മെത്രാപ്പോലിത്ത എന്ന സ്ഥാനത്തിരിക്കുന്ന ഒറ്റ വ്യക്തിക്ക് മാത്രമേ എന്തെങ്കിലും അവകാശവും എന്തെങ്കിലും അധികാരവും ഉള്ളൂ. ഏകനായകത്വമാണ്. അപ്പൊ മുളന്തുരുത്തി സുന്നോദോസിൽ ഏത് തിന്മയ്ക്കെതിരെ പത്രോസ് പാത്രിയർക്കീസ് ബാവ ശബ്ദമുയർത്തിയോ അതേ തിന്മ രാക്ഷസാകാരം പൂണ്ട് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിൽ പത്തി വിരിച്ച് ഫണം വിരിച്ച് വിഷം ചീറ്റി നിൽക്കുമ്പോൾ ആ വിഷം ചീറ്റലിന്റെ കീഴെ നിന്നിട്ടാണ് ഈ എമ്മോ ജോണച്ചൻ ഈ വലിയ വാചകം അടിക്കുന്നത്. നാണമില്ല അച്ഛാ? അല്ല, ഞാൻ ചോദിച്ചു പോയതാ കേട്ടോ.